Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ റൌണ്ടുകളിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ വിജയത്തിലേക്ക് കൈപിടിച്ച് ആര്യാടൻ ഷൌക്കത്ത്. വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ നിന്ന് 3614 വോട്ട് നേടിയ ഷൌക്കത്ത് എതിർ സ്ഥാനാർത്ഥി എം സ്വരാജിനേക്കാൾ 419 വോട്ടിന്റെ ലീഡുമായാണ് കുതിപ്പ് തുടങ്ങിയത്. എക്കാലത്തും യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമായി തുടരുന്ന വഴിക്കടവിൽ 3 റൌണ്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം നേടി ഷൌക്കത്ത് വരവറിയിച്ചെങ്കിലും യുഡിഎഫ് നേതൃത്വം പ്രതീക്ഷിച്ച അത്ര വോട്ട് ലീഡ് ചെയ്യാനായില്ല. ഇതിനിടയിൽ 1-ാം നമ്പർ ബൂത്തിൽ 153 വോട്ടുമായി 2ാം സ്ഥാനം നേടി സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ എംഎൽഎ കൂടിയായ പി വി അൻവർ വഴിക്കടവിൽ നിന്ന് 4000-ൽ പരം വോട്ട് നേടിയത് മത്സരഫലം എന്താകുമെന്ന കാര്യത്തിൽ എല്ലാവരിലും ആകാംക്ഷയുണ്ടാക്കി. പിന്നീട് മൂത്തേടം, എടക്കര പഞ്ചായത്തുകളിലും വെല്ലുവിളി ഏതുമില്ലാതെ മുന്നേറിയ ഷൌക്കത്ത് 9ാം റൌണ്ടിലാണ് പിറകിൽ പോയത്. പോത്തുകല്ലിൽ 3614 വോട്ട് നേടിയ സ്വരാജിനേക്കാൾ 207 വോട്ടിന്റെ കുറവാണ് ഷൌക്കത്തിന് ലഭിച്ചത്. തുടർന്ന് മികച്ച ഭൂരിപക്ഷവുമായി മുന്നേറ്റം തുടർന്ന ഷൌക്കത്തിനുമേൽ 16-18 റൌണ്ടുകളിലും സ്വരാജ് ലീഡ് നേടി. 11,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തേരോട്ടത്തിൽ വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകൽ, ചുങ്കത്ര, അമരമ്പലം എന്നീ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും യുഡിഎഫിന് കൂടെ നിന്നപ്പോൾ 118 വോട്ടിന്റെ ലീഡ് നൽകി കരുളായി മാത്രമാണ് എൽഡിഎഫിനൊപ്പം നിന്നത്. അതേസമയം കാര്യമായ പ്രചരണങ്ങളൊന്നും നടത്താതെ ഇരു മുന്നണികൾക്കുമിടയിൽ നിന്ന് 20,000-ത്തോളം വോട്ട് തനിച്ചു നേടിയ പി വി അൻവർ ശക്തമായ സാന്നിധ്യമായതും രാഷ്ട്രീയ കേരളം ചർച്ചയാക്കുന്നുണ്ട്. ഈസ്റ്റ് ലൈവ്, എടക്കര.